ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ. ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുലിന്റെ അഭിഭാഷകൻ. ഷബന സിയാദ് വിവരങ്ങളുമായി ചേർന്നു. ഷബന, വിശദാംശങ്ങൾ എന്താണ്? നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കും, മുൻകൂർ ജാമ്യാപേക്ഷ നൽകും എന്ന വിവരമുണ്ടായിരുന്നു. അത്തരത്തിലൊരു ഊഹാപോഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിൽ കടന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, ഇന്ന് അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യവുമായി സമീപിച്ചത്. ഇന്നലെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ അഭിഭാഷകർ വ്യക്തമാക്കിയിരുന്നതാണ്. തുടർന്ന് ഉടനടി നീക്കം നടത്തുകയും മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുകയും ചെയ്തു. ഒരു പക്ഷേ നാളെയായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുക. ഇന്ന് ടുഡേ ആയി പരിഗണിക്കണം എന്നൊരാവശ്യം ഇതുവരെയും കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിലായിരിക്കും ഒരു പക്ഷേ ഈ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എത്തുക. സാധാരണ നിലയിൽ നമുക്കറിയാം ശനിയാഴ്ചകളിൽ ഹൈക്കോടതി സിറ്റിംഗ് ഇല്ല. പക്ഷേ ഇത് മറ്റൊരു അവധി ദിവസത്തിന് പകരമായി നാളെ സിറ്റിംഗ് ഉള്ളതുകൊണ്ട് ഹൈക്കോടതി നാളെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനാണ് സാധ്യത. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പെൺകുട്ടിയുടെ മൊഴി, അതായത് FIS അനുസരിച്ച് ഈ FISൽ ബലാത്സംഗം എന്ന കാര്യം പറയുന്നില്ല, അല്ലെങ്കിൽ അത് നിലനിൽക്കില്ല. ബലാത്സംഗ കുറ്റം ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് നിലനിൽക്കില്ല. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ കുറ്റകൃത്യവും ഈ മൊഴി അനുസരിച്ച് നിലനിൽക്കുന്നതല്ല എന്ന രണ്ട് വാദങ്ങളാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുക. ഇന്നിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, നേരായ രീതിയിലല്ല ഈ പരാതി പോയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. സാധാരണ നിലയിൽ പരാതി നൽകാറുള്ളത് പോലീസിനാണ്. പോലീസിന് പരാതി നൽകാതെ ഇത് അസാധാരണമായ രീതിയിലാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസ്, കെട്ടിച്ചമച്ച കേസാണ്. തൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനാണ് ഇത്തരത്തിലൊരു പരാതി നൽകുകയും കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത്. താനിപ്പോൾ ഒളിവിലാണ്, തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം. സെഷൻസ് കോടതി കൃത്യമായ തെളിവുകൾ പരിശോധിച്ചില്ല. താൻ കൊടുത്ത തെളിവുകൾ അടക്കമുള്ളവ പരിശോധിക്കാതെയായിരുന്നു സെഷൻസ് കോടതിയുടെ ഉത്തരവ്. അതുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി തനിക്ക് മുൻകൂർ ജാമ്യം നൽകണം എന്ന ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിക്ക് മുമ്പാകെ ഇന്നിപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയിൽ പറയുന്നത്. നാളെ കോടതി ഇത് പരിഗണിക്കും. നമുക്കറിയാം ഹൈക്കോടതിയിൽ ഈ ഹർജി വന്നാൽ ആദ്യം ഘട്ടത്തിൽ സംഭവിക്കുക ഇതിൽ പോലീസിനോട് വിശദീകരണം തേടുക എന്ന നടപടിയായിരിക്കും. എന്നാൽ നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വേണം എന്ന് എന്തായാലും ആവശ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. ഒരു പക്ഷേ അഭിഭാഷകൻ അത്തരത്തിൽ നാളെ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ കോടതി പരിഗണിക്കുകയാണെങ്കിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഒരു ഇടക്കാല ഉത്തരവ് ലഭിക്കുകയും പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുകയുമായിരിക്കും ഒരു പക്ഷേ നടക്കുക. അത്തരത്തിലൊരു ശ്രമം ഏതായാലും അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നാളെ പോലീസിനോട് വിശദീകരണം തേടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനാണ് സാധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് കോടതി ചെയ്യുക. ശരി, നന്ദി ഷബന വിവരങ്ങൾക്ക്.